നമ്മൾ ഇന്ന് നോക്കുന്നത് ജോബ് ഇന്റർവ്യൂസിനെ കുറിച്ച്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ജോബ് ഇന്റർവ്യൂസിന്റെ ആവശ്യം. നമ്മൾ അങ്ങനെ ഒരു ബേസിക് ലെവലിൽ തുടങ്ങും. അപ്പോൾ ജോബ് ഇന്റർവ്യൂസ് ആർ എസെൻഷ്യൽ ഫോർ സെവറൽ റീസൺസ്. എന്താണ് അതിന്റെ കാരണങ്ങൾ? As they serve a critical role in hiring process for both employers and candidates. അതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് എംപ്ലോയർക്കും അതെ, കാൻഡിഡേറ്റിനും അതെ, രണ്ടുപേർക്കും വളരെ നിർണായകമായ ഒരു ഹയറിംഗ് പ്രോസസ്സാണ് ജോബ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എംപ്ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുകൊണ്ടാണ് അത് നിർണായകം എന്ന് പറഞ്ഞാൽ, അസസിങ് സൂട്ടബിലിറ്റി, അവർക്ക് വേണ്ട ആളാണോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇന്റർവ്യൂസ് ഹെൽപ്പ് എംപ്ലോയേഴ്സ് ഇവാലുവേറ്റ് വെദർ എ കാൻഡിഡേറ്റ് സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് പേഴ്സണാലിറ്റി അലൈൻ വിത്ത് ജോബ്സ് റിക്വയർമെന്റ് ആൻഡ് ഓർഗനൈസേഷൻ കൾച്ചർ. അവരുടെ കൾച്ചറിന്, അവരുടെ ജോബ് റിക്വയർമെന്റിന് യോജിച്ച ആളാണോ ഈ കാൻഡിഡേറ്റ്, അവരുടെ സ്ഥാപനത്തിന് വേണ്ട സ്കില്ലാണോ ഈ കാൻഡിഡേറ്റിനുള്ളത്, അവരുദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് ആണോ ഉള്ളത്, ആ വ്യക്തിത്വത്തിന് ഉടമയാണോ അയാൾ, ഇത് പരിശോധിക്കപ്പെടാനാണ് ഇന്റർവ്യൂവിലെ ഹയറിംഗ് പ്രോസസ്സിലെ ഒന്നാമത്തെ പോയിന്റ്. അസസിങ് സൂട്ടബിലിറ്റി, അനുയോജ്യനാണ്. അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻ. അപ്പോ ഇത് ആ ആളുടെ മോട്ടിവേഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അയാളുടെ ഉദ്ദേശം, അയാളുടെ പ്രചോദനം. അപ്പോ കാൻഡിഡേറ്റിന്റെ ഗോൾ എന്താണ്, ആ കാൻഡിഡേറ്റിന്റെ ഇൻട്രസ്റ്റ്, താല്പര്യം എന്താണ്, ആ റോളിൽ അദ്ദേഹത്തിന് എത്രത്തോളം പാഷനുണ്ട്, വൈകാരികത. ശരിക്കും ഈ കാൻഡിഡേറ്റ് ജെന്യുവൻലി ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മൾ ഈ ഇന്റർവ്യൂ പ്രോസസ്സ് എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആ കാൻഡിഡേറ്റിന്റെ ഗോള്, അയാളുടെ ഉദ്ദേശം എന്താ, അയാളുടെ താല്പര്യം എന്താ, അയാൾക്ക് ഈ റോളിനോടുള്ള പാഷൻ എന്താ, ഇയാൾ ശരിക്കും ഇതിനോട് താല്പര്യമുള്ള ആളാണോ എന്നൊക്കെ മനസ്സിലാക്കാനാണ് എംപ്ലോയർ ആ ഇന്റർവ്യൂവിൽ ശ്രമിക്കുന്നത്. അപ്പോ അയാളുടെ സ്കില്ല്, എക്സ്പീരിയൻസ്, പേഴ്സണാലിറ്റി, അത് കൂടാതെ അയാളുടെ ഗോള്, ഇൻട്രസ്റ്റ്, പാഷന്, ജെനുവൻലി ഇൻട്രസ്റ്റ്, ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടാനാണ് എംപ്ലോയർ ഇന്റർവ്യൂവിൽ കൂടെ ശ്രമിക്കുന്നത്. പിന്നെ അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇയാൾ എത്രത്തോളം ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വെച്ചാൽ ഒരു ടീം വർക്ക് ആണല്ലോ. അപ്പൊ ടീം വർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അയാൾ എങ്ങനെയാ ചിന്തിക്കുന്നത്, ആർട്ടിക്കുലേറ്റിംഗ് ദിയർ തോട്ട്സ്, അയാൾ ആ പ്രൊഫഷണൽ സെറ്റിംഗ്സിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത് ആ കാൻഡിഡേറ്റ്, ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടാനാണ് മറ്റൊരു കാരണം. ഹയറിംഗ് പ്രോസസ്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം അയാളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഒരു ബന്ധം സ്ഥാപിക്കുക, ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്റർവ്യൂവിൽ ഒരു ഫേസ് ടു ഫേസ് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുകയാണ്, വെർച്വൽ കണക്ഷൻ ആണെങ്കിലും. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ആ റെസ്യൂമേൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറം ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ ആ എംപ്ലോയർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ കൂടെ ബൈ ആസ്കിംഗ് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ്, ചില പ്രത്യേക ചോദ്യങ്ങൾ ചോദിക്കുന്നതോടുകൂടി
ഇയാളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാമല്ലോ. അങ്ങനെ ഇയാളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ഇയാൾ മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് ഒഴിവാക്കാനും പറ്റും. അതിനും നമുക്ക് ഇന്റർവ്യൂ ഇടയാക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അയാളുടെ എക്സ്പീരിയൻസിലെ ഇൻകൺസിസ്റ്റൻസീസ്, കരിയർ ഗോൾസിലെ അൺക്ലിയർനെസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചോദിച്ച് ഒന്ന് ഉറപ്പുവരുത്താൻ പറ്റും ഇയാളെ സൂട്ടബിൾ ആണെന്ന് അറിയാൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള 5 കാരണങ്ങളാണ് എംപ്ലോയി ഇന്ററാക്ഷൻസിലുള്ളത്. ഇനിയും ഇന്റർവ്യൂവിന് നമ്മൾ ഒരു എംപ്ലോയി, ഒരു കാൻഡിഡേറ്റ് അപ്പിയർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ നമുക്ക് നമ്മളുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോ അവിടെ നമുക്ക് കാൻഡിഡേറ്റിന് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് എത്രത്തോളം ഇക്കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് ഉണ്ട്, എനിക്ക് ഈ പ്രശ്നങ്ങൾ എത്രത്തോളം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയും, എൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്റർവ്യൂവിൽ ഈ കാൻഡിഡേറ്റിനെ കിട്ടുന്നത്. പിന്നെ കാൻഡിഡേറ്റിന് തൻ്റെ റോൾ എന്താണ്, ആ സ്ഥാപനത്തിൽ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നല്ല കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആ സ്ഥാപനത്തിന്റെ ഒരു കൾച്ചർ എങ്ങനെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഗേജ് വെദർ ദ ജോബ് ആൻഡ് ഓർഗനൈസേഷൻ ആർ ഗുഡ് ഫിറ്റ് ഫോർ ദ കരിയർ അസ്പിറേഷൻസ് എന്താണ്. തൻ്റെ കരിയർ അസ്പിറേഷൻസിനും തൻ്റെ വാല്യൂസിനും ഇണങ്ങുന്നതാണോ ഓർഗനൈസേഷന്റെ കൾച്ചറും താൻ ഉദ്ദേശിക്കുന്ന ജോലിയും, അതൊക്കെ തൻ്റെ ആഗ്രഹം പോലെ ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ഡെമോൺസ്ട്രേറ്റിംഗ് ഫിറ്റ്, ഇവിടെ ഈ ഇന്റർവ്യൂവിൽ കൂടെ കാൻഡിഡേറ്റ് ഞാൻ ഈ കാര്യത്തിൽ ഏറ്റവും ഫിറ്റ്, ഏറ്റവും അനുയോജ്യനായ ആളാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ ഹൗ ദിയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വിഷൻ, അദ്ദേഹത്തിന്റെ പഠന പശ്ചാത്തലം, എക്സ്പീരിയൻസിന്റെ പശ്ചാത്തലം, സ്കില്ലിന്റെ പശ്ചാത്തലം, അച്ചീവ്മെന്റിന്റെ പശ്ചാത്തലം, ഇതൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടുകൾ കാണിക്കാൻ കഴിയും. പിന്നെ അതിലൂടെ ഈ കമ്പനീസ് ഗോൾസ് ആൻഡ് മിഷനിലോട്ട് ഇത് അലൈൻ ചെയ്യുന്നതാണോ എന്ന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു കോൺഫിഡൻസ് എംപ്ലോയറിൽ ഉണ്ടാക്കാൻ കഴിയും നമ്മളെ കുറിച്ച്. അതാണ് ബിൽഡിംഗ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എ സക്സസ്ഫുൾ ഇന്റർവ്യൂ experience helps build confidence in one's ability and enhance future job seeking skills. അപ്പോൾ നമ്മൾ ഫലപ്രദമായ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറയാനും, എനിക്ക് ചിലപ്പോൾ നമ്മൾ ഹിഡനായിരുന്ന ചില കഴിവുകൾ നമുക്ക് കൊണ്ടുവരാനും ഒക്കെ കഴിയും. അത് പിന്നീട് നമ്മുടെ ജോബ് സീക്കിംഗ് സ്കിൽസിലേക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടും. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടി അത് കിട്ടിയില്ലെങ്കിലും ഇനിയുള്ള ചാൻസുകളിൽ നമ്മുടെ ഡ്രോബാക്ക് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ അത് ഓവർകം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും പിന്നീട് നമുക്കൊരു ആ പ്രോസ്പെക്ട്സിന് അത് ഉപയോഗിക്കാനും കഴിയും. പിന്നെ നമ്മൾ ചില നെഗോഷിയേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും, ചില വ്യക്തതകൾ വരുത്തേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അവ്യക്തമായിരിക്കും ജോബ് പ്രൊഫൈലിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിയും ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചത്. അപ്പൊ ഇന്റർവ്യൂ പ്രൊവൈഡ്സ് എ ചാൻസ് ടു ഡിസ്കസ് സാലറി. ആ കാൻഡിഡേറ്റിന് കിട്ടാവുന്ന സാലറി എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, കരിയർ ഗോളുകൾ, പ്രൊമോഷൻ സാധ്യതകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ടേഷൻസ് നോക്കാം.
ഒരു ട്രാൻസ്പെറൻസി, വ്യക്തതയാണ് അവിടെ ഉദ്ദേശിച്ചത്. എന്താ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ആ ട്രാൻസ്പെറൻസി പറഞ്ഞത്. അപ്പോൾ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തത വരുത്താനും നമുക്ക് നമ്മളെ ഇന്റർവ്യൂസ് കഴിയും. ഇൻ എസെൻസ് ഇന്റർവ്യൂസ് ആർ ടു വേ പ്രോസസ്. അപ്പോൾ എംപ്ലോയർക്കും വളരെ ആവശ്യമുള്ള കാര്യമാണ്, എംപ്ലോയിക്കും വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതാണ് ടു വേ പ്രോസസ് എന്ന് പറയുന്നത്. രണ്ട് പാർട്ടീസും മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞ് തീരുമാനം എടുക്കും. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മിനിമൈസ് ചെയ്യുക, അവ്യക്തത, മനസ്സിലാക്കാഴിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. അതുപോലെ തന്നെ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ആ ഇന്റർവ്യൂവിൽ കൂടെ സാധിക്കും. ഇതാണ് ഒരു ജോബ് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. എങ്ങനെയാണ് ജോബ് ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുന്നത്? Preparing for job interview involves several key steps to ensure you present yourself as the best candidate for the role. അപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് പല സ്റ്റെപ്പുകളുണ്ട്. നമ്മളെ അവതരിപ്പിക്കപ്പെടുക ചെയ്യുന്നത്. നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാ? ആ പർട്ടിക്കുലർ ജോബിലേക്ക് ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഞാനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്, അങ്ങനെ ഒരു പ്രസന്റേഷൻ, നമ്മളെ കുറിച്ചുള്ള, നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂവിൽ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ഓർഗനൈസേഷനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. റിസർച്ച് ദ കമ്പനി, കമ്പനിയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ദ കമ്പനി, അവരുടെ മിഷൻ എന്താ, അവരുടെ വിഷൻ എന്താ, അവരുടെ വാല്യൂസ് എന്താ, അതെ, പ്രോഡക്ട്സ്, സർവീസ് ആൻഡ് റീസെന്റ് അച്ചീവ്മെന്റ്സ്, ആ സ്ഥാപനത്തിന്റെ റീസെന്റ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാ, ആ സ്ഥാപനത്തിന്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാ, അല്ലെങ്കിൽ അവരുടെ സർവീസസ് എന്തൊക്കെയാ. ചിലപ്പോൾ ബാങ്കിങ് മേഖലയാണ് അവരുടെ പ്രോഡക്റ്റ് അല്ല, സർവീസ് ആണ്. ഇൻഷുറൻസ് എന്നൊക്കെ പറയും. കാർ കമ്പനികളാണെങ്കിൽ കാറാണ് അവരുടെ. ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു മൂല്യബോധം, നമ്മള് ജീവിതത്തിലെ മൂല്യബോധങ്ങളെ കുറിച്ചാണ് ആ വാല്യൂസ് ഉദ്ദേശിച്ചത്. നോ ദ കമ്പനി, നോ ദ ഇൻഡസ്ട്രി. അപ്പോ നമ്മൾ കമ്പനിയെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ കമ്പനിയുടെ മിഷനും വിഷനും വാല്യൂസും ഒക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രോഡക്റ്റ്, സർവീസ്, അവരുടെ അച്ചീവ്മെന്റ്സും ഒക്കെ, അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കും. അപ്പോ ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് എങ്ങനെയാ, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിരിക്കണം, നമ്മൾ അന്വേഷിച്ചിരിക്കണം. ഇന്ന് നെറ്റും AI ടൂൾസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. കൾച്ചർ ഇൻസൈറ്റ്, ചെക്ക് ദിയർ സോഷ്യൽ മീഡിയ, ബ്ലോഗ്സ് ഫോർ എംപ്ലോയി റിവ്യൂ ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് പ്ലേസ് കൾച്ചർ. അവരുടെ ഒരു വർക്ക് പ്ലേസ് കൾച്ചർ എങ്ങനെ, അത് നമുക്ക് ചില സോഷ്യൽ മീഡിയ ബ്ലോഗുകൾ, ചില എംപ്ലോയി റിവ്യൂസുകളിലൊക്കെ കൂടെ ആ സ്ഥാപനത്തിന്റെ കൾച്ചർ, ഇപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളാണ്. ഇൻഫോസിസിലെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു, ഇൻഫോസിസിന്റെ കൾച്ചർ എങ്ങനെ, അങ്ങനെ പല സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് മറ്റ് ഈ യൂട്യൂബ് വീഡിയോസും ബ്ലോഗും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടാവും അവരുടെ ബ്ലോഗുകളിൽ കൂടെ, അവരുടെ പോസ്റ്റുകളിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ആ സ്ഥാപനത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇന്റർവ്യൂവിന് വേണ്ടി നമ്മുടെ ജോബ് റോൾ നല്ലോണം മനസ്സിലാക്കും. അവിടെയുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സ്കില്ല് വേണം, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ പ്രിപ്പയർ എക്സാമ്പിൾസ് ഫ്രം യുവർ എക്സ്പീരിയൻസ് ദാറ്റ് അലൈൻ വിത്ത് ജോബ് റിക്വയർമെന്റ്. അപ്പോ നമ്മളുടെ ആ എക്സ്പീരിയൻസ്
ആ ജോബ് റിക്വയർമെന്റ് അലൈൻഡ് ആയിരിക്കും. അവര് ആ ജോബില് എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മുടെ ബയോഡേറ്റയിലും നമ്മുടെ ഇന്റർവ്യൂവിലും നമ്മുടെ സ്കില്ലിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും, അതുമായിട്ട് അലൈൻ ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂവില് പ്രതീക്ഷിക്കേണ്ട ചില ക്വസ്റ്റ്യനുകൾ ഇതൊക്കെയാണ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. നമ്മളെ കുറിച്ച് നല്ല ഭംഗിയായി എംപ്ലോയർക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് അത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയണം. നമ്മളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല എങ്കിൽ പിന്നെ നമ്മളെക്കുറിച്ച് വേറെ ആരാ സംസാരിക്കണം? നമ്മളെക്കുറിച്ച് നമുക്കേ അറിയാവൂ. അപ്പോൾ നമ്മളുടെ കഴിവുകളെ കുറിച്ചും നമ്മുടെ സ്കില്ലുകളെ കുറിച്ചും നമ്മളുടെ എഡ്യൂക്കേഷനെ കുറിച്ചും നമ്മളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ കഴിയണം. അതാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ പലപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്? അപ്പൊ അതിന് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എയോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ചില ബ്ലോഗോ നെറ്റിലോ ഒക്കെ നോക്കി എന്തിനാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് വളരെ അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ഒരു ആൻസർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കും. നമ്മളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അതിനെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി സംസാരിക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് പറയുക. ആ വീക്ക്നെസ് എങ്ങനെ നമുക്ക് അത് സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റും, അങ്ങനെയൊക്കെയൊന്നും ഇത് പ്രിപ്പയർ ചെയ്യും. അടുത്ത 5 വർഷം നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് എത്താൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെയുള്ള 3-4 ക്വസ്റ്റ്യൻ നമ്മളെ കുറിച്ച് പറയാന്, എന്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് പറയാന്, നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാന്, നമ്മുടെ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ എങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് നമ്മളെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ജോലി സംബന്ധമാണെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് അത് നമ്മളെ പരിശോധിക്കപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ചലഞ്ച് യു ഫേസ്ഡ് ആൻഡ് ഹൗ യു ഹാൻഡിൽഡ് ഇറ്റ്. വളരെ ചലഞ്ചിങ് ആയ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാ കണ്ടതെന്നും അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്തതെന്നും നമുക്കൊന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാവും. നമ്മൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് എങ്ങനെയാ പ്രവർത്തിച്ചത്? അപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ എങ്ങനെ നല്ലൊരു ടീം പ്ലെയർ ആയിരുന്നു, നമ്മുടെ കളികളിൽ നമ്മൾ എത്രത്തോളം ഭംഗിയായി നമ്മുടെ ടീം പ്ലേയിങ് നടത്തി, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് മറ്റ് എക്സ്പീരിയൻസുകൾ ഇല്ലെങ്കിൽ പ്രോജക്റ്റ് എന്തായാലും പറയാൻ പറ്റും പഠിക്കുമ്പോൾ. പിന്നെ ചില ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിനാണ് പ്രോഗ്രാമറിനാണ് അപ്ലൈ ചെയ്തെങ്കിൽ പൈത്തൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിരിക്കും. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ അതിന് പറയുന്നത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, അതിന് ആൻസർ പറയാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇതൊക്കെയാണ് പൊതുവില് നമ്മൾ ഈ 4-5 ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെസ്യൂമെ, നമ്മുടെ ബയോഡേറ്റ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഒരു 2-3 കൊല്ലത്തെ മുമ്പുള്ള അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പുള്ള ചില ഡീറ്റെയിൽസ് ആണ് അതിനകത്തുള്ളതെങ്കിൽ ഒരു വലിയ മോശം ഇംപ്രഷൻ ആയിരിക്കും നമ്മളെ കുറിച്ച് ആ എംപ്ലോയറിന് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ
ആ ജോബിന് ഇണങ്ങുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സ്കില്ലും എബിലിറ്റീസും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ക്വാളിഫിക്കേഷനും ഒക്കെ വരേണ്ടത്. ആ ആ ആ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ ടൈലർ ചെയ്തിരിക്കണം നമ്മുടെ റെസ്യൂമെ. അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അത് ഒരു കൺസൈസ്, കാര്യം മാത്രം പ്രസക്തി, ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യവും വേണ്ടത്ര പറയാതെ ഇരിക്കലല്ല വേണ്ട. കാര്യം മാത്രം പ്രസക്തമായി നമ്മൾ ആ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അത് വളരെ കൺസൈസ് ആയിരിക്കണം. ആ ജോബ് റിക്വയർമെന്റിന് സൂട്ടബിൾ ആയ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യും. നമ്മൾ ഇത് കയ്യിൽ ഒന്നിലധികം കോപ്പികൾ നമ്മൾ കരുതിയിരിക്കുക. നമ്മുടെ റെസ്യൂമെ പലപ്പോഴും ചിലപ്പോൾ ഒരെണ്ണമല്ല, ഒന്നിലധികം പലപ്പോഴും വേണ്ടിവരും. അടുത്തത്, നമ്മൾ ആ ഇന്റർവ്യൂ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. ചിലപ്പോൾ ടെലഫോണിക് ഇന്റർവ്യൂ ആകാം, പലപ്പോഴും ഗൂഗിൾ മീറ്റിലോ സൂമിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വീഡിയോ ഇന്റർവ്യൂസ് ആകാം. ടെസ്റ്റ് യുവർ ഫോൺ ലൈൻ, ഫൈൻഡ് എ ക്വയറ്റ് സ്പേസ്, കീപ് നോട്ട്സ് റെഡി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടെലഫോണിക് ഇന്റർവ്യൂവിന് തയ്യാറാകുന്നത്. നമ്മുടെ ഫോൺ ശരിയാണോ എന്ന് നോക്കുക. നമുക്ക് സ്വസ്ഥമായിട്ട്, നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക. നമുക്ക് എന്തെങ്കിലും പറയാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ ആ പേപ്പറുകൾ നമ്മുടെ മുമ്പിൽ വെക്കാം. അത് നോക്കി വായിക്കലല്ല, ഒന്ന് ഓർക്കാനായിട്ട്. നോക്കി വായിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മളെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഒരു നോട്ട്സ്. വീഡിയോ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മുടെ വെബ് ക്യാമ, മൈക്രോഫോൺ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ലൈറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കുക. ഒരു ടൈഡി ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുക. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ ഇന്റർവ്യൂ. നമ്മൾ ആ സ്ഥലത്ത് പറഞ്ഞതിൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തുക. ഏറ്റവും പ്രധാന കാര്യം ഡ്രസ് അപ്രോപ്രിയേറ്റ്. അപ്പോ ഈ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ ആവുമ്പോൾ അവരുടേതായ ഒരു സ്റ്റൈൽ. അപ്പൊ അവിടെ നമ്മൾ ഒന്ന് പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ജോലി, ആ ഒരു പഠനത്തില് ആ ഒരു നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന ഒരു അലംഭാവം ഇല്ല. നമ്മൾ ആ മെച്ചൂർഡാണെന്നും നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യുന്നു ഒക്കെ സൗണ്ട് ചെയ്യുന്നതായിരിക്കും, അത് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ഡ്രസ് അപ്പിയറൻസ് ആയിരിക്കണം. നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. അപ്പൊ അത് വെളിവാക്കുന്നതായിരിക്കണം ആ ഡ്രസ്സിങ് പാറ്റേൺ. നമ്മൾ ഈ ഔട്ട്ഫിറ്റ് നമ്മൾ അത് നന്നായി കൈകാര്യം ചെയ്യണം. നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മളെ ആദ്യം നമ്മളെ കാഴ്ച അവർ മനസ്സിലാക്കുക ചെയ്യുന്നു. അതിനകത്ത് ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ, അതിലൊരു അലംഭാവം ഉണ്ടെങ്കിൽ ആദ്യം അവർ നമ്മളെ മനസ്സിലാക്കുന്നത് ഇച്ചിരി ഉഴപ്പനാണ്, അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കും. അപ്പോൾ ഡ്രസ് പ്രൊഫഷണലി, അത് കമ്പനീസ് കൾച്ചറിനോട് അലൈൻ ചെയ്യുന്നതായിരിക്കണം. എ ക്ലീൻ വെൽ ഫിറ്റഡ് ഔട്ട്ഫിറ്റ് ക്രിയേറ്റ്സ് എ പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ അങ്ങനെ ഒരു അപ്പിയറൻസ് തന്നെ നല്ല ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെ ഒരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നമ്മളുടെ ഡ്രസ്സിങ്ങിൽ കൂടെ, നമ്മുടെ വസ്ത്രങ്ങളിൽ കൂടെ. പ്രാക്ടീസ് കോൺഫിഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ ഈ ആത്മവിശ്വാസത്തിന് വേണ്ടി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. വളരെ വ്യക്തതയോടെ സംസാരിക്കാൻ കഴിയണം, ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയണം. വളരെ ഫാസ്റ്റും വളരെ സ്ലോയും അല്ലാണ്ട് ഒരു മോഡറേറ്റ് പേസിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക.
ആത്മവിശ്വാസത്തോടെ വ്യക്തമായി മോഡറേറ്റ് പേസിൽ നമ്മൾ അങ്ങനെ അല്ല സംസാരിച്ച് പരിചയമെങ്കിലും നമ്മൾ അതിന് പരിശീലിക്കും. വർക്ക് ഓൺ നോൺ വെർബൽ ക്യൂസ്. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ട് മാത്രമല്ല നമ്മുടെ അംഗചേഷ്ടകൾ, നമ്മുടെ കൈയും മുഖവും ഒക്കെ കൂടെ സംസാരിക്കപ്പെടുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾ വ്യക്തമല്ലാതെ പറയുക, ആളുടെ മുഖത്ത് നോക്കി അല്ല പറയുന്നതെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച മീനിങ് അവർക്ക് കൊടുക്കണമെന്നില്ല, അവര് താല്പര്യക്കുറവായിട്ടൊക്കെ കണക്കാക്കും. അപ്പോ ആ നോൺ വെർബൽ ക്യൂസിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റണം, ഫേം ഹാൻഡ്ഷേക്ക് കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ കാണിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഭാവഹാദികളിൽ കൂടെയും നമ്മളെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ കൂടെ വേണം. പിന്നെ നമ്മള് ഇന്റർവ്യൂവിന് പോകുന്ന അവസരങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നമ്മുടെ കയ്യിലൊരു പോർട്ട്ഫോളിയോ വേണം. റെഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസ് ലെറ്ററുകൾ വേണം, സർട്ടിഫിക്കറ്റ് വേണം. ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോ വിദേശ ഇന്റർവ്യൂ ആണെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റുകളും നമ്മുടെ കയ്യിൽ അവരാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നമുക്ക് സെൻഡ് എ താങ്ക് യു ഇമെയിൽ വിത്തിൻ 24 hours. അങ്ങനെ ഒന്ന് ചെയ്യാം. നമ്മുടെ ഇടയിൽ ഇത് ഇത്ര പോപ്പുലർ ആണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളെ വിളിച്ചതിന്, അവരോട് സംസാരിക്കാൻ ഒരു അവസരം തന്നതിന്, എനിക്ക് എൻ്റെ റോഡിൽ താല്പര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്താനും, ഇതിനൊക്കെ നമുക്ക് ഒരു 24 hours ഒരു ഇമെയിൽ അയക്കുവാണെങ്കിൽ കൊള്ളാമായിരിക്കും. ഇപ്പോ ഇതൊക്കെ എന്റർടൈൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പലപ്പോഴും മെയിലുകൾ ചെക്ക് ചെയ്യുകയും അത് ഫിൽട്ടർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് AI സഹായത്തോടു കൂടിയാണ്. അപ്പൊ ആ AI എങ്ങനെയാ ഇത് കൺസിഡർ ചെയ്യുന്നതെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് ആവശ്യമുണ്ട്, നമുക്കൊരെണ്ണം അയക്കാം. ചിലപ്പോൾ താങ്ക് യു ലെറ്റേഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു റിപ്ലൈ നല്ലതാണ്. 24 hours ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ, ഒരു താങ്ക്സ് ലെറ്റർ നമുക്ക് ഫോർവേഡ് ചെയ്യാം ആ സ്ഥാപനത്തിലേക്ക്. Simulate interviews with a friend or a mentor to gain feedback and improve confidence, preparation and a positive attitude at your best. അപ്പോ നമുക്ക് പരിചിതമായ എൻവറോൺമെന്റിൽ ഒരു പ്രാക്ടീസിന് തയ്യാറാകുക. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ഉത്തരം പറയേണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, പ്രാക്ടീസ് ചെയ്യാഞ്ഞതിന്റെ. ഇനി നമ്മൾ പല തരത്തിലുള്ള ഇന്റർവ്യൂ ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ റോൾ അനുസരിച്ച്, കമ്പനിയുടെ കൾച്ചർ അനുസരിച്ച്, നമ്മുടെ സ്കിൽ അനുസരിച്ച്. അപ്പോ പലതരത്തിൽ ചോദിക്കാം. ഇപ്പോ ഒരു വെബ്സൈറ്റ് ഡിസൈനർ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ചെയ്ത സൈറ്റ്സ് ഏതൊക്കെയാണ്. ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ചെയ്തു കൊടുക്കാൻ പറയും. അപ്പോൾ ആ നമ്മുടെ സ്കിൽ അനുസരിച്ച്, കമ്പനിയുടെ കൾച്ചർ അനുസരിച്ച് ആ ഇന്റർവ്യൂ രീതിക്ക് മാറ്റം ഉണ്ടാകും. നമ്മൾ ആദ്യം പറയുന്നത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ആണ്. ഒരു പ്രത്യേക ഘടനയുണ്ട്, അങ്ങനെ തന്നെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നു. അവിടെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത,
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. ഏതാണ്ട് എല്ലാ കാൻഡിഡേറ്റിനോടും ആ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരോടും ഒരേ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റും, ഒരു ഫെയർനെസ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റും. മിക്കവാറും ഈ ഒരു സംഭവം വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അവിടെ പറയുന്നതോട് കൂടി എല്ലാവരോടും ചോദിക്കും, നമ്മുടെ ഓരോരുത്തരും എങ്ങനെ ഉത്തരം പറഞ്ഞു എന്നൊക്കെ കമ്പയർ ചെയ്യാനൊക്കെ. ചിലത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആയിരിക്കും. ചില ഫിക്സ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. ആ കാൻഡിഡേറ്റ് എന്ത് പറയുന്നു എന്ന് അങ്ങനെ ഫോളോ ചെയ്ത് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ കാൻഡിഡേറ്റ് ഒന്നും പറയാതെ നിൽക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ മുമ്പോട്ട് പോകില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഫ്രീ ഫ്ലോ ഇൻ കോൺവെർസേഷൻ വിത്തൗട്ട് എ ഫിക്സ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ കാൻഡിഡേറ്റിന്റെ പ്രതികരണം അനുസരിച്ചാണ് പിന്നീട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവർ ചോദിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിന്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ക്രിയേറ്റിവിറ്റി പറ്റും, ആ ഓർഗനൈസേഷൻ ഇണങ്ങുന്നതാണെന്ന് നോക്കാം. ഇവിടെ നമ്മളോട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ എക്സ്പീരിയൻസും ഒക്കെ പറയുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി അതെന്തൊക്കെയാന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ടെക്നിക്കാണ് ബിഹേവിയറൽ ഇന്റർവ്യൂ. അപ്പോൾ ഫോക്കസസ് ഓൺ പാസ്റ്റ് ബിഹേവിയർ ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഫ്യൂച്ചർ പെർഫോമൻസ്. പാസ്റ്റ് ബിഹേവിയർ ചോദിച്ചു മനസ്സിലാക്കി ഇനി അയാളുടെ ഫ്യൂച്ചർ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ടെൽ മീ അബൌട്ട് എ ടൈം വെൻ യു ആർ ഫേസിങ് ദി സിറ്റുവേഷൻ. നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചു? അപ്പൊ നമ്മുടെ ബിഹേവിയർ ആണ് അവിടെ നോക്കുന്നത്. നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടീം വർക്ക് എന്താണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഹാൻഡിലിംഗ് ചലഞ്ചസിന്റെ കപ്പാസിറ്റി എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വേർ യു ഹാഡ് ടു റിസോൾവ് എ കോൺഫ്ലിക്ട് വിത്തിൻ യുവർ ടീം. ടീമിനുള്ളിൽ ഉണ്ടായ ഒരു പ്രശ്നം നമ്മൾ എങ്ങനെയാ അത് പരിഹരിച്ചത്, ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യനുകളിൽ കൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലത് സിറ്റുവേഷണൽ ഇന്റർവ്യൂസ് ആണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ കാൻഡിഡേറ്റിനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസസ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ജോബ് റിലേറ്റഡ് നോളജ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഡിഫിക്കൽട്ട് ക്ലയന്റിനെ നിങ്ങളുടെ വർക്കിൽ അവർക്ക് താല്പര്യം, അവർ അൺഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിറ്റുവേഷണൽ ഇന്റർവ്യൂസിൽ ചോദിക്കാം. പിന്നെ നമ്മൾ കാണുന്ന ഒന്നാണ് പാനൽ ഇന്റർവ്യൂസ്. ഒന്നിലധികം ആൾക്കാർ ആ പാനലിൽ ഉണ്ടാവും. അവർ ഡിഫറെന്റ് ഏരിയയിലെ എക്സ്പേർട്സ് ആയിരിക്കും. അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കും. മൾട്ടിപ്പിൾ ഇന്റർവ്യൂവേഴ്സ് ആസ്ക് ക്വസ്റ്റ്യൻസ് വേർ ഒരു സിംഗിൾ കാൻഡിഡേറ്റും ഒന്നിലധികം ഇന്റർവ്യൂവേഴ്സും ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്,
നമ്മുടെ പല വശങ്ങളിലുള്ള നമ്മുടെ കഴിവ് മനസ്സിലാക്കാനും ആ പ്രഷർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനും ആയിരിക്കും പലപ്പോഴും പാനൽ ഇന്റർവ്യൂ നോക്കും. അപ്പോൾ അതില് ഓരോരുത്തരും ഓരോ ഏരിയ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ടെക്നിക്കൽ സ്കില്ലുള്ള ആൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും, ലീഡർഷിപ്പ് ആൾക്കാർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആ കൾച്ചറൽ ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ആ ഓരോ ഏരിയയിലുള്ളവർ അതിനനുസരിച്ച് ചോദിക്കും. ചിലപ്പോഴൊക്കെ ഗ്രൂപ്പ് ഇന്റർവ്യൂസ് നടത്താറുണ്ട്. ഒന്നിലധികം കാൻഡിഡേറ്റ്സിനെ ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യും, ഒരു ഗ്രൂപ്പായിട്ട്. അപ്പൊ അങ്ങനെയും ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. അവിടെ ആ ടീം വർക്കിനെ അസസ് ചെയ്യാനായിരിക്കും, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അസസ് ചെയ്യാനായിരിക്കും, പരസ്പരം നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിരിക്കും. അവിടെ ഉള്ള എക്സാമ്പിൾ ഒരു കേസ് സ്റ്റഡി. കാൻഡിഡേറ്റ്സ് കൊളാബറേറ്റ് ഓൺ സോൾവിങ് എ കേസ് സ്റ്റഡി. ഒരു കേസ് സ്റ്റഡി അവർക്ക് കൊടുത്തിട്ട് അവർ പരസ്പരം എങ്ങനെ സഹകരിക്കുന്നു, അങ്ങനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അതൊരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ടെക്നിക്കാണ്. ടെക്നിക്കൽ ഇന്റർവ്യൂസിൽ അവര് സ്പെസിഫിക് ടെക്നിക്കൽ സ്കിൽസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഞങ്ങളുടെ കോഡിങ്, അതിന്റെ ടെസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ നമ്മളോട് ചോദിക്കും. അതിന്റെ പ്രൊഫിഷ്യൻസി ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനാണ് കോഡിംഗ് ചലഞ്ചസ്, പ്രോഗ്രാമിംഗ് എഴുതുന്നത്, സിസ്റ്റം ഡിസൈൻ ക്വസ്റ്റ്യൻസ്, ടെക്നിക്കൽ പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അടുത്തത് കോമ്പിറ്റൻസി ബേസ്ഡ് ഇന്റർവ്യൂസ്. അവിടെ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആസ് എ സ്പെസിഫിക് കോമ്പിറ്റൻസീസ് റിലേറ്റഡ് ടു ജോബ്. ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട കോമ്പിറ്റൻസി എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കും. ഇതിന്റെ പർപ്പസ് നമ്മൾ എത്രത്തോളം ആ മാച്ച് ദ കീ കോമ്പിറ്റൻസി ഫോർ ദ റോൾ, അതാണ് അതിന്റെ പർപ്പസ്. Can you provide an example of when you successfully led a project from start to finish? ആ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മനസ്സിലാക്കാൻ ഉള്ളൊരു രീതിയാണത്. നമ്മുടെ കോമ്പിറ്റൻസി എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. കേസ് സ്റ്റഡി ഇന്റർവ്യൂസ്. അപ്പൊ ആ കേസ് സ്റ്റഡീസിൽ നമ്മളോട് ഒരു പർട്ടിക്കുലർ കേസ് അനലൈസ് ചെയ്യാനും അതിന്റെ സൊല്യൂഷൻ കൊടുക്കാനും പറയും. അപ്പൊ നമ്മുടെ അനാലിറ്റിക്കൽ സ്കിൽ എന്താണെന്ന് അവർ അസസ് ചെയ്യും, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെയാണ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എന്താണ്, അതൊക്കെ അവർ അസസ് ചെയ്യും. ഹൗ ഡു ഇംപ്രൂവ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ലൈൻ. ആ പ്രോഡക്റ്റ് ലൈനിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂട്ടും, അങ്ങനെയുള്ള കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ ചില ഘട്ടങ്ങളിൽ സ്ട്രെസ് ഇന്റർവ്യൂസും ഉണ്ടാകാറുണ്ട്. ഒരു സ്ട്രെസ് നമ്മൾ എങ്ങനെയാ ഇന്റൻഷനലി സ്ട്രെസ്ഫുൾ ഓർ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഓർ സിനറിയോസ് അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ ആ സ്ട്രെസ് എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കും. അതിന്റെ പർപ്പസ് ഒരു പ്രഷറിൽ ഈ കാൻഡിഡേറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു. വൈ ഷുഡ് ബി ഹയർ യു ഓവർ സമൺ മോർ എക്സ്പീരിയൻസ്. അപ്പോ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുള്ളപ്പോ നിങ്ങളെ എന്തിനാ ഞങ്ങൾ ഹയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളെ സ്ട്രെസ്സിലാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എൻവറോൺമെന്റിൽ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ഫോൺ വീഡിയോ ഇന്റർവ്യൂസിൽ അത് ഫോണിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോ ഗൂഗിൾ മീറ്റ് പോലെയുള്ള സൂം പോലെയുള്ള ചില ടൂൾസിലായിരിക്കും നമ്മളെ സ്ക്രീൻ ചെയ്യുന്നത്. പലപ്പോഴും ഇനിഷ്യൽ സ്ക്രീനിങ് അങ്ങനെയായിരിക്കും. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻസ്, ഇൻട്രസ്റ്റ് ബിഫോർ ഇൻവൈറ്റിംഗ് ടു എ പേഴ്സൺ, അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ റോളിൽ ഇൻട്രസ്റ്റ് ചെയ്യാൻ കാര്യം, ഇങ്ങനെയുള്ള ചോദിക്കാം.
പിന്നെ ചില പസിൽസ്, ബ്രെയിൻ ടീസർ ഇന്റർവ്യൂസ് ഉണ്ട്. നമ്മളോട് ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ആയിട്ടുള്ള സാധാരണ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ്. അവിടെ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്, കൺവെൻഷണൽ ആയിട്ട് അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ രീതിയൊക്കെ മനസ്സിലാക്കാനായിരിക്കും. ഹൗ മെനി ടെന്നീസ് ബോൾസ് ക്യാൻ ഫിറ്റ് ഇൻ എ പ്ലെയിൻ? അപ്പോ എത്ര ടെന്നീസ് ബോൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. പസിൽസ് ആണ്, ബ്രെയിൻ ടീസർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ചിലത് ജോബ് സിമുലേഷൻ ഓർ ടാസ്ക് ബേസ്ഡ് ഇൻവോൾവ്സ് കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഓർ സിമുലേഷൻ റെലവെന്റ് ടു ദ ജോബ്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിമുലേഷൻ റിലവന്റ് ആയിട്ടുള്ള ജോബോ ചോദിക്കും. ഒരു സിമുലേറ്റഡ് എൻവറോൺമെന്റിൽ ആ കാര്യങ്ങൾ ചോദിക്കാം. അസസ് പ്രാക്ടിക്കൽ എബിലിറ്റീസ് ആൻഡ് ഹാൻഡ്സ് ഓൺ സ്കിൽസ്. നമ്മളോട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഒരു എറർ ഫിക്സ് ചെയ്യാൻ പറയുക. റൈറ്റിംഗ് കോഡ്, ഡ്രാഫ്റ്റിംഗ് എ റിപ്പോർട്ട്, കണ്ടക്ടിങ് എ മോക്ക് സെയിൽസ് പിച്ച്. സെയിൽസ് പിച്ച് മാർക്കറ്റിംഗ് സെയിൽസ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്യാൻ പറയും. പിന്നെ ഒന്നാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ്. നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ, സ്വഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, അത് മനസ്സിലാക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൾച്ചറൽ ഫിറ്റ്, ലോങ് ടേം പൊട്ടൻഷ്യൽ, വാട്ട് മോട്ടിവേറ്റ്സ് യു ഇൻ യുവർ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ ഒരു എക്സിറ്റ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും വിട്ടുപോകുമ്പോൾ ഉള്ള ഇന്റർവ്യൂസ് ആണ്. ഇംപ്രൂവ്സ് ഓർഗനൈസേഷണൽ പ്രോസസ്സസ് ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഒരു രീതിയും കൂടെ ഉണ്ട്, വിട്ടുപോകുമ്പോൾ ഒരു. അപ്പോ ഇതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഇന്റർവ്യൂസ് ഓഫൺ യൂസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടെക്നിക്സ് ടു ഗെയിൻ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് of the candidate. Being aware of these styles can help candidate prepare effectively. അപ്പൊ ഇങ്ങനെയുള്ള നോളജ് വെച്ചിട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ